ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാണ്. എവിടെ നിന്നല്ലേ ഈ മഴയത്ത്? ബോണക്കാടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. നമ്മൾ പെട്ടു ഗൈസ്, ഫുള്ള് മഴയാണ്. നമ്മൾ കുടയും പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ മഴയും നനഞ്ഞ് മലയും കയറി വന്നപ്പം പുരാതനമായിട്ടുള്ളൊരു പഴയൊരു കാവ് കണ്ട്. എന്തായാലും കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്ത് മുമ്പോട്ട് വന്നപ്പോഴത്തേനും ഒരു മനോഹരമായിട്ടുള്ളൊരു അരുവിയുണ്ട്, വെള്ളച്ചാട്ടം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ബാക്കി വേറെ ബംഗ്ലാവിൻ്റെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ബോണക്കാട് എസ്റ്റേറ്റ്. ബ്രിട്ടീഷുകാരുടെ കാലത്തേ തുടങ്ങിയൊരു എസ്റ്റേറ്റാണ്. അത്രയും പഴക്കമുണ്ട് ഇതിന്. ഇവിടെയുള്ള മെഷീൻസ് എല്ലാം തുരുമ്പെടുത്ത് നശിച്ചു പോയിരിക്കുകയാണ്. ഇവിടുത്തെ തൊഴിലാളികളുടെ എന്തോ പ്രശ്നം കാരണം അങ്ങനെ എന്തോ അടച്ചിട്ടേക്കാണ്, സമരത്തിൻ്റെ പേര് പറഞ്ഞ്. ഇപ്പോൾ ഇതെല്ലാം മൊത്തം നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബോണക്കാട് എസ്റ്റേറ്റിലാണ്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു പഴയ കാലത്തെ വലിയൊരു പ്ലാന്റേഷനാണ്. ബോണക്കാട് എസ്റ്റേറ്റിൽ നിന്ന് ബോണക്കാട് ബംഗ്ലാവിലോട്ട് പോകാൻ ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ബോണക്കാട് ബംഗ്ലാവിലോട്ട് പോകുന്നതിൻ്റെ വഴിയിലാണ്. പക്ഷേ പോകുന്ന വഴിയിൽ ബാക്കിൽ ഫോണിൽ എത്ര ക്ലിയർ ആവുമെന്ന് കണ്ടില്ല. പക്ഷേ നിങ്ങൾ വിഷ്വൽ കണ്ടാണക്ക് കണ്ടില്ലേ, ഈ വിഷ്വലിൽ കണ്ടാണക്ക് അങ്ങനെ ലോങ് ആയിട്ടൊരു നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. പേടിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ബോണക്കാട് കാണാനായിട്ട് സാധിക്കും. ആ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാവിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് സംസാരിച്ച ശേഷം മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് പോവുകയാണ്. പേടിപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളും ഒരുപാട് ശബ്ദങ്ങളും കേട്ട് ഒരു വിധത്തിൽ നമുക്ക് യാത്ര തിരിച്ചു പോയാലോ എന്നൊരു ആലോചിച്ച് അവസാനം രണ്ടും കൽപ്പിച്ച് യാത്ര മുമ്പോട്ട് തന്നെ പോവാം എന്ന് തീരുമാനിച്ച് വീട്ടിൽ എത്തും. അവിടെ പോകുമ്പോൾ വല്ല ആനയിക്കണ വണ്ടി ഇട്ടിട്ട് ഓടാം. അങ്ങനെ കരഞ്ഞ് അവസാനം നമ്മൾ ബോണക്കാട് ബംഗ്ലാവിലെത്തി. ഇതാണ് ആ ബോണക്കാട് ബംഗ്ലാവ്. എൻ്റെ പൊന്നോ, കുറച്ച് പാടുപെട്ട് ഇവിടെ എത്താനായിട്ട്. മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കണക്ക് തൊട്ടപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ചെളി കൂടെ നടന്ന് ബോണക്കാട് ബംഗ്ലാവിൻ്റെ പിറകുവശത്തോടെ നടന്ന് അവിടെ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. കള്ളും കഞ്ചാവും അടിച്ച് കുറേ പയ്യന്മാർ. പാട്ടും കേട്ട് കഞ്ചാവ് ഓടിച്ച് കിളിയും പറന്ന് കുറേ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളതൊന്നും മിണ്ടാ അതിൻ്റെ സൈഡിൽ കൂടെ ബംഗ്ലാവിൻ്റെ അകത്തോട്ട് കയറാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും അതിനകത്തൊന്ന് കയറി നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ആ ബംഗ്ലാവ്, അതിനകത്ത് എങ്ങനെയായിരിക്കും, ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് നോക്കാം. അങ്ങനെ ബംഗ്ലാവിൻ്റെ അകത്തോട്ട് കയറി ആദ്യം കണ്ട കാഴ്ച കണ്ട് എന്നെ തല ഇറങ്ങിപ്പോയി. അമ്മാതിരി വൃത്തികേടായിട്ടാണ് അവിടെ കിടന്നത്. ഫുള്ള് ചാണകവും ചെളിയും ഒക്കെ ആയിട്ട് വന്യമൃഗങ്ങളും അവിടെയുള്ള സാമൂഹ്യ വിരുദ്ധരും എല്ലാവരും കൂടെ വൃത്തികേടാക്കി നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലം ഇതിനപ്പുറം ഇനി എന്തോ വേണം. ഞാനിപ്പോൾ ബംഗ്ലാവിൻ്റെ അകത്താണ്. ഇപ്പോൾ ഇവിടെ എന്തായാലും രാത്രി വന്യമൃഗങ്ങൾ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇവിടെ മുഴുവൻ അത് മാത്രമാണ്. അങ്ങനെ ജീവനും കൊണ്ട് ബംഗ്ലാവിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. ഫുള്ള് കോടമഞ്ഞ് മൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ ബംഗ്ലാവിൻ്റെ പുറത്തിറങ്ങി. ഇതിലൊക്കെ ഒരുപാട് ആൾക്കാരിപ്പോൾ ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു 10-50ഓളം പേര് ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് മുമ്പിലോട്ട് കയറി നോക്കാം. നമ്മൾ നടന്ന് ഏകദേശം മേലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മതിയാക്കി തിരിച്ചങ്ങോട്ട് പോവാം. മഴയും പെയ്യുന്നുണ്ട്, ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് തേയിലാണോ എന്നൊരു ഡൗട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു. നട്ടരെ പോവാ. അങ്ങനെ ഉൾക്കാട്ടിൽ വലിഞ്ഞേറി നമ്മൾ ബംഗ്ലാവിൻ്റെ മുമ്പിൽ തന്നെ വന്നെത്തി. അപ്പോൾ ബോണക്കാട് ബംഗ്ലാവിൽ നിന്നും ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോസായിട്ട് ഇനി വീണ്ടും കാണുന്നതിലേക്ക് ഇറ്റ്സ് മീ സിജു സജികുമാർ സൈനിങ് ഓഫ്.